മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഈ മാസം 22-ന് പരിഗണിക്കും. പോലീസ് റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ വാദം. ഷിജോ കുര്യൻ ചെയ്യുന്നു. ഷിജോ, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷം അഭിഭാഷകർ പറയുന്ന സകല വാദങ്ങളെയും എന്ന് പറഞ്ഞാൽ ഇത് ഉഭയകക്ഷി ബന്ധമാണ്, ഇത് ബലാത്സംഗം നിലനിൽക്കില്ല തുടങ്ങിയ എല്ലാവിധ വാദങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ബലാത്സംഗം നിലനിൽക്കും എന്ന വിലയിരുത്തലോടെയായിരുന്നു തിരുവല്ല കോടതി ആ ജാമ്യം നിഷേധിച്ചത്. ജില്ലാ കോടതിയിൽ കുറച്ചുകൂടി രാഹുൽ അഭിഭാഷകർക്ക് പണി കൂടും, ജോലി കൂടും. ഷിജോ, കാശ്മീർ സ്വാഭാവികമായിട്ടും പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് വരുമ്പോൾ രാഹുലിന്റെ അഭിഭാഷകർക്ക് മജിസ്ട്രേറ്റ് കോടതിക്ക് അപ്പുറത്തേക്ക് ഉണ്ടായ വലിയ തരത്തിലുള്ള ജോലിഭാരം ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. ഇതിനകത്ത് തിരുവല്ല 1ാം ക്ലാസ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി പ്രോസിക്യൂഷൻ ഉന്നയിച്ച മുഴുവൻ വാദങ്ങളെയും പൂർണ്ണമായിട്ട് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചത്. അതിന് പിന്നാലെയാണ് ഇന്നലെ രാഹുലിന്റെ അഭിഭാഷകർ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ രാഹുലിന്റെ ജാമ്യ ഹർജി ഫയൽ ചെയ്തത്. ഇന്നിപ്പോൾ രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കും എന്നുള്ള ഒരു വിവരമാണ് രാവിലെ ലഭിച്ചിരുന്നത്. എന്നാൽ കോടതി ഇന്നിപ്പോൾ ചേർന്നതോടുകൂടി രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കാൻ ഈ മാസം 22-ാം തീയതി പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കൂടി കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന മുറയ്ക്കായിരിക്കും രാഹുലിന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുക. 22-ാം തീയതി പോലീസിനോട് ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിനകത്ത് വാദം നടക്കുക. സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഉന്നയിച്ചതുപോലെ തന്നെ രാഹുലിന് ഒരു തരത്തിലും ജാമ്യം നൽകാൻ പാടില്ല. ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും. നിലവിൽ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. ചോദ്യം ചെയ്യലുമായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായിട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലും സഹകരിക്കാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു തരത്തിലും ജാമ്യം നൽകരുതെന്ന് ജില്ലാ സെഷൻസ് കോടതിയിലും സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ വാദിക്കും. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ പ്രോസിക്യൂഷൻ അപ്പുറത്തേക്ക് പ്രതിഭാഗം മജിസ്ട്രേറ്റ് കോടതിയിൽ വാദിച്ചതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷേ ജില്ലാ സെഷൻസ് കോടതിയിൽ വാദിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ മാത്രമേ രാഹുലിന് ജാമ്യത്തിനുള്ള സാധ്യത പോലും വഴി തുറന്ന് കാട്ടുകയുള്ളൂ. എന്തായാലും ഈ മാസം 24-ാം തീയതി വരെ റിമാൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ തുടരുകയാണ്. ഹാഷ്മി. ഓക്കെ, ഷിജോ കുര്യനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.